ഹായ്, SP അരുളലാണ്. ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചാണക ശ്രീലേഖയ്ക്കെതിരെ കേസെടുക്കാത്ത കാര്യം എന്താണ്? വട്ടിയൂർക്കാവ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് എല്ലാവരും കണ്ടൊരു കാര്യമാണ്. സ്റ്റേഷൻ്റെ മുന്നിൽ കുറച്ച് പെൺഗുണ്ടകളുമായിട്ട് വന്ന് ശ്രീലേഖയും സംഘവും കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ എല്ലാവരും കണ്ടതാണ്. അതിൽ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ട് അവർക്കെതിരെ കേസെടുക്കാത്തതിനെ സംബന്ധിച്ച് പോലീസ് കൃത്യമായിട്ട് വിശദീകരിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഈ ചില പോലീസ് യജമാനന്മാർക്ക് ഈ ശ്രീലേഖ പഴയ DGP ആണെന്നുള്ള അതേ മനോഭാവത്തിൽ പരിഗണിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യം പ്രസക്തമാവുകയാണ്. കാര്യം വട്ടിയൂർക്കാവിൽ ഉണ്ടായിരിക്കുന്ന വിഷയം എന്താണെന്ന് എല്ലാവർക്കും ഏകദേശം ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതായത് അകാരണമായിട്ട് ഇല്ലാത്തൊരു വിഷയം സൃഷ്ടിച്ച് അതിർത്തി തർക്കത്തെ ഒരു പാവപ്പെട്ട മനുഷ്യനെ കൊടുക്കാൻ വേണ്ടി സംഘപരിവാർ നടത്തിയ നാടകത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അയാളെ കയ്യേറ്റം ചെയ്തതിൻ്റെ ഭാഗമായി നാട്ടുകാർ സുനിൽ എന്ന ചെറുപ്പക്കാരന് അല്ലെങ്കിൽ പിന്നോക്കക്കാരൻ്റെ പിന്നിൽ അണിനിരക്കുകയും ഹിന്ദുവിനെ നസ്രാണിയെ കൊണ്ട് തല്ലിക്കാൻ വേണ്ടി സംഘപരിവാറുകാർ നടത്തിയ ഗൂഢാലോചനയായിരുന്നു. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് പ്രതിഷേധ സമരത്തിന് വന്നവരും സ്വാഭാവികമായിട്ടും ഈ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതിൻ്റെ കൂട്ടത്തിലാണല്ലോ. ആ നിലയ്ക്ക് ശ്രീലേഖയ്ക്കെതിരെ എടുക്കേണ്ട കേസ് കലാപ ആഹ്വാനത്തിന് കേസെടുക്കേണ്ടതുണ്ട്. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കണമെന്നവർ ആഹ്വാനം ചെയ്തതിന് അവിടെ മുദ്രാവാക്യം വിളിച്ചത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ, മുദ്രാവാക്യം വിളിച്ചതിൻ്റെ കാര്യത്തിൽ കേസെടുക്കണ്ട. പക്ഷേ അവിടെ ഉണ്ടായ സംഭവവികാസം, അതിൻ്റെ തുടർ ദിവസങ്ങളിലുണ്ടായ ഓരോ വിഷയങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ പോലീസുകാർക്ക് നേരെ, പ്രത്യേകിച്ച് വെള്ളം ചീറ്റുന്ന വാഹനമുണ്ടല്ലോ, അതിൻ്റെ മുന്നിൽ പെൺഗുണ്ടകൾ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളും ഒരു പോലീസുകാരനെ വളരെ മോശമായ അയാൾക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് അയാളെ അസഭ്യവർഷം നടത്തുകയും വളരെ സംസ്കാര സമ്പന്നരായിട്ടുള്ള കുലഗുണ്ടകൾ നടത്തിയ പ്രകടനങ്ങൾ, അതിൽ ആരും ഉണ്ടായിരുന്നു? അതിൽ ചേതോവികാരമായി മാറിയത് DGP ആണ്. കൂടെ നിൽക്കുന്നത് DGP ആണെന്നുള്ള മനോഭാവത്തിലാണല്ലോ ചിലരൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ശ്രീലേഖയ്ക്കെതിരെ കേസെടുക്കേണ്ടത് ആവശ്യം തന്നെയാണ്. ഇപ്പോൾ പോലീസിനെ പോടാ പുല്ല് എന്നൊക്കെ വിളിച്ചത് എന്തോ വലിയ ഹീറോയിസം ആണ്. ഞാൻ പണ്ട് കാലഘട്ടത്തിലെ മുൻകാലത്തെ പോലീസുകാരെ മുഖത്ത് നോക്കി പോടാ പുല്ല് എന്ന് വിളിക്കുന്നത്, അതായത് സംസ്കാരം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നില്ലേ? സഹപ്രവർത്തകരോടൊക്കെ പോടാ പുല്ലെന്നും വീട്ടിലെ ജോലി ഏൽപ്പിച്ചിരുന്ന മഹതിയാണ് ഇപ്പോൾ വന്നിരുന്ന ഈ കൊണവധികാരം പറയുന്നത്. എന്തായാലും ഒരു കാര്യമുണ്ട്, ഈ വിഷയത്തിൽ പോലീസ് ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട കാര്യമില്ല. സെൻകുമാറിൻ്റെ പേരിലും എന്ത് ചെയ്യണം? സ്റ്റേഷൻ അടിച്ചു തകർക്കും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കലാപാഹ്വാനത്തിന് കേസെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ശ്രീലേഖ ഈ കലാപത്തിന് നേതൃത്വം കൊടുത്ത വനിതകളുടെ കൂട്ടത്തിൽ ഈ പൊതുമുതൽ നശിപ്പിക്കാൻ ശ്രമിച്ചവരുടെയൊക്കെ കൂട്ടത്തിലൊക്കെ ഇവരുടെ പേര് ഉൾപ്പെടുത്തേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരുടെ കടമയാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ ഈ പറയുന്ന സേനയ്ക്കകത്തുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തി വേട്ടയാടിക്കളയും, അല്ലെങ്കിൽ സർക്കാർ മാറിക്കളഞ്ഞാൽ ഇവരെയെല്ലാം ഇല്ലായ്മ ചെയ്തു കളയുന്നൊക്കെ ഭയപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ ആത്മവിശ്വാസത്തെ കെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ചെയ്ത പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. അതിൽ പോലീസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവർ ശക്തമായി പ്രതികരിക്കുന്നുണ്ടെങ്കിലും ഈ ചാണകങ്ങൾക്കെതിരെയുള്ള ഒരു 3-4 കേസുകൾ പിടിച്ച് തലയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇമാതിരി അതിക്രമങ്ങൾ അവസാനിപ്പിക്കത്തുള്ളൂ. അതുകൊണ്ടാണല്ലോ നിർബാധം ഇങ്ങനെ സമൂഹത്തിനകത്ത് ഒരു ചാണകം ചവിട്ടിപ്പോയ മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തോ ചിത്തഭ്രമം ബാധിച്ചവരെ പോലെ വലിയ വലിയ ഡയലോഗുകൾ അടിച്ചിങ്ങനെ നടക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയൊക്കെ പോലീസുകാർക്കെതിരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഈ പ്രചരണങ്ങൾ, ആ പ്രചരണത്തിനെതിരെയുള്ള ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. പോലീസുകാരെ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ പോടാ പുല്ല് എന്നൊക്കെ വിളിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ, അത് ആ പോടാ പുല്ല് എന്ന് വിളിച്ചതിനല്ല, പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ പോലീസ് എന്ന സേനയെ അപകീർത്തിപ്പെടുത്താനും അവർക്കെതിരെ നിരന്തരം പോസ്റ്റ് ഇടുകയും ആ സ്റ്റേഷന് മുന്നിൽ തന്നെ ചെന്ന് ഈ പറയുന്ന അക്രമത്തിന് നേതൃത്വം കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നവർ എന്നുള്ള പട്ടികയിൽപ്പെടുത്തി ഇവർക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. അക്കാര്യത്തിൽ ഒരംശം പോലും വീഴ്ച വരുത്തരുതെന്ന് പോലീസിനോട് ആവശ്യപ്പെടുകയാണ്. പോലീസിൻ്റെ മൊറാലിറ്റി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയോട് ഒരു അനുകമ്പയുടെയും ആവശ്യമില്ല എന്ന് പറയേണ്ടി വരികയാണ്. അതുകൊണ്ട് ചാണക ശ്രീലേഖയ്ക്കെതിരെ ഉടനടി കേസെടുക്കണമെന്ന് പോലീസുകാരോടും ആഭ്യന്തര വകുപ്പിനോടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.